ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് അഭിനയ മോശൻ ഡോക്ടർ KJ സാമുവൽ തിരുമേനിയുടെ രണ്ടാം ഓർമ്മ വാർഷികം. അതോടൊപ്പം ഇത്രയും പ്രിയപ്പെട്ട ഏലിയാമ്മ സാമുവൽ സ്വസമ്മ കൊച്ചമ്മയും നമ്മൾ ഈ സമയത്ത് ഓർക്കും. നമ്മുടെ മഹാടുമായുള്ള ബന്ധത്തിലും CSI സഭയുമായുള്ള ബന്ധത്തിലും ബൈബിൾ സൊസൈറ്റിയുമായുള്ള ബന്ധത്തിലും വിവിധ സാമൂഹിക മതപരമായ ബന്ധങ്ങളിലും എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ ബന്ധത്തിലും വിവിധങ്ങളായ ആത്മീക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലും നമ്മൾ തിരുമേനിയെ ഓർക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷകൾ എത്രയും ഫലകരമായി ഭംഗിയായി ചെയ്തതിനു ശേഷം അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഞങ്ങളുടെ അഭിമന്യ മോശൻ ഡോക്ടർ KJ സാമുവൽ തിരുമേനിയുടെ ജീവിതത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കും. ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സ്വസമ്മ കൊച്ചമ്മയുടെ ജീവിതത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കും. കർത്താവേ, അവരിലൂടെ ഞങ്ങളുടെ സമൂഹത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും ലഭിച്ചതായ എല്ലാവിധമായ ശുശ്രൂഷകളെയും നേതൃത്വങ്ങളെയും ഏറ്റവും അനുഗ്രഹപരമായ ഉപദേശങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കും. ഇന്ന് ഞങ്ങൾ അവിടുത്തെ വിലയേറിയ ദാസൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന രണ്ടാമത് വാർഷികത്തിൽ അങ്ങയുടെ ആലയത്തിൽ സ്തോത്ര ആരാധനയ്ക്കായിട്ട് സ്മരണ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ ധന്യരാക്കണം. തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് കൂടുതൽ ആത്മീക ഭൗതിക ജീവിതത്തിൽ ഉണർവ് പകരുന്നതായി തീരുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്നുവല്ലോ, അങ്ങ് തന്നെ ആകുന്നുവല്ലോ. അതിനായി നന്ദിയുടെ സ്തോത്രം. അതിനാൽ ഞങ്ങളെല്ലാ കാലത്തും അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വമുള്ള അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. നാം വായിച്ച രണ്ടാം പാഠമായിട്ട് വായിച്ച വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രേഖപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാകുന്നു. എങ്കിലും ഒന്നുകൂടെ ഞാൻ അതെടുത്ത് വായിക്കാം. ഏഴാം അധ്യായം 13-ാം വാക്യം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങൾ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കും. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. പലപ്പോഴും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാകുന്നില്ല. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ദൈവസന്നിധിയിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ, എണ്ണിക്കൂടാത്ത കൂട്ടം, വെള്ള നിലയങ്കി ധരിച്ച് ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു, അവൻ്റെ മുമ്പിൽ കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. ഇതാറ് എന്ന് ചോദിച്ചപ്പോൾ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങൾ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ഈ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് രാപ്പകൽ അവനെ ആരാധിക്കും. രാപ്പകൽ ഉള്ള ആരാധന അല്ലെങ്കിൽ നിത്യ ആരാധനയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ചാകുന്നു നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ യാത്ര, ഓരോ ക്രിസ്ത്യാനിയുടെയും യാത്ര. അതിന് ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ അങ്കികൾ വെള്ളയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. വെള്ള നിലയങ്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതോസം നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ നിലയങ്കി എന്ന് പറയുന്നത്, വെള്ള നിലയങ്കി എന്ന് പറയുന്ന വസ്ത്രം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ വസ്ത്രം വെണ്മയാക്കി തീർക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത്
ഈ ഭൂമിയിൽ യേശുവിൻ്റെ അനുയായികളായി, ക്രിസ്തുവിൻ്റെ അനുയായികളായി, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവപക്ഷം ചേർന്ന് നടക്കുന്നവർ, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഈ വെള്ള നിലയെങ്കിയുണ്ട്. അവർക്ക് നിത്യാരാധനയിൽ പങ്കുണ്ട്. അതിനുവേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അതെല്ലാം അതവരുടെ അങ്കിയുടെ വെണ്മ കൂട്ടുകയുള്ളൂ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അങ്കികൾ, ജീവിതമാകുന്ന വസ്ത്രം വെണ്മയായി സൂക്ഷിക്കാൻ യേശു കർത്താവിനോട് ചേർന്ന് നമുക്ക് ഉത്സാഹിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനടമെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകും. മറ്റൊരു വേദഭാഗം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വേദഭാഗമാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അഭിയുന്നിയ KJ സാമുവേൽ തിരുമേനിയുടെ അനുസ്മരണ ശുശ്രൂഷയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഏലിയാമ്മ സാമുവേൽ കൊച്ചമ്മ, സുസമ്മ കൊച്ചമ്മയും നമ്മൾ ഓർക്കും. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇടവകയുടെ വികാരിയച്ഛൻ, സ്നേഹമുള്ള ജെയിംസ് പി മാമനച്ഛൻ്റെ കൊച്ചമ്മയുടെ വേർപാടിൻ്റെ 1 വർഷം കൂടെ പൂർത്തിയാകുകയാണ്. ഇവരെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇവരുടെ എല്ലാം ജീവിതങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. പ്രത്യേകിച്ച് പ്രിയ ജെയിംസ് അച്ഛനെ നമുക്ക് ഓർക്കുകയും ചെയ്യാം. സാമുവേൽ തിരുമേനിയെ നമ്മൾ ഓർക്കുന്നത്, നമ്മളൊരു മഹാദേവായിട്ട് ഇപ്പോൾ നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എത്രയും ബഹുമാനായ അച്ഛന്മാർ, അഭിനന്ദ തിരുമേനി, ഡയസൻ ഓഫീസേഴ്സ്, അതോടൊപ്പം തന്നെ ഡയസിസിൻ്റെ വിവിധ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ കുടുംബവുമായിട്ട് ബന്ധമുള്ള പ്രിയപ്പെട്ട സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, തിരുമേനിയെ സ്നേഹിക്കുന്നവർ, അവരിൽ പലർക്കും വരാൻ പറ്റിയില്ല എങ്കിലും ഇത്രയും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് കൂടുവാനായിട്ട് ഇടയായി തീർന്നില്ല. മഹാടവയുടെ അധ്യക്ഷനായിരുന്നു അഭിനന്ദ തിരുമേനി. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇലപ്പള്ളിയിൽ പറക്കാൽ മിഷന് വേണ്ടി ഫണ്ട് കളക്ഷൻ ചെയ്യാൻ 4 കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടികളിൽ ഒരാൾ അതിൻ്റെ തോർത്തിൻ്റെ ഒരു വശം പിടിച്ചിരുന്നത് അഭിനന്ദ സാമുവേൽ തിരുമേനിയായിരുന്നു ചെറുപ്പകാലത്ത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, പറക്കാൽ മിഷന് വേണ്ടി, ആന്ധ്രയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ ബാലന്മാർ മുന്നിട്ടിറങ്ങിയതിൽ ഒരാളായിരുന്നു അഭിനന്ദ തിരുമേനി. അതേ ബാലനെ കലാന്തരത്തിൽ പിന്നീട് ആന്ധ്രാപ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വളരെ ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഒരു മിഷണറി അച്ഛനായി അവിടെ നിയോഗിക്കപ്പെട്ടു. ധാരാളം ഇടങ്ങളിൽ അവർ കുടുംബമായി താമസിച്ച് പ്രവർത്തിച്ചു. അനേക ആളുകൾക്ക് അവരുടെ പ്രവർത്തനം മൂലം ഗുണങ്ങൾ ഉണ്ടായി. കർത്താവിനെ കണ്ടുമുട്ടി എന്ന് മാത്രമല്ല, അനേക ശുശ്രൂഷകൾ അവരിലൂടെ ലഭിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ട സോസമ്മ കൊച്ചമ്മ അവിടെ പോയി അവരുടെ ആവശ്യം മനസ്സിലാക്കിയാണ് ഹോമിയോ പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ക്ഷുദ്രജീവികളിൽ ഉള്ള ഉപദ്രവം, പ്രത്യേകിച്ച് പാമ്പ് കടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പാമ്പ്, തേള തുടങ്ങിയുള്ള ക്ഷുദ്രജീവികൾ അവിടെ ഉപദ്രവിക്കുമായിരുന്നു. അത് കടിച്ചാൽ അപ്പം തന്നെ മരിക്കുന്ന അത്രയും കൊടിയ വിഷമുള്ള പാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് പട്ടണങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കുന്നതിന് മുമ്പേ അവിടെയുള്ള ആളുകൾ മരിച്ചു പോയിരുന്നു.
അതിന് പ്രതിവിധിയായി ഹോമിയോയിൽ നല്ല ഒന്നാന്തരൻ മരുന്ന് ഉണ്ട് എന്ന് കൊച്ചമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ആ മരുന്നുകളൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അഭിനന്ദ തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ ഇവരുടെ ശുശ്രൂഷ മൂലം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് സാക്ഷി. അനേക ഇടങ്ങളിൽ, വണ്ടിയൊന്നുമില്ലാത്ത ഇടങ്ങളിൽ നടന്നു പോയി അവർ ആന്ധ്രയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ പരിണതഫലം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അഭിനന്ദ തിരുമേനി മരിക്കുന്ന സമയം വരെയും അവിടെ വരികയും കുശലാന്വേഷണങ്ങൾ അറിയുകയും വിളിക്കുകയും സഹായ സഹകരണങ്ങൾ തിരുമേനിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ബന്ധം സൂക്ഷിച്ചു. ഒരു തെലുങ്ക് ഭാഷക്കാരൻ സംസാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി തെലുങ്ക് സംസാരിക്കാൻ തിരുമേനിക്ക് അറിയാമായി. തിരുമേനി ആന്ധ്രാപ്രദേശങ്ങളിലുള്ള പള്ളികളിൽ പോകുമ്പോൾ അവർക്ക് പലപ്പോഴും സംശയമുണ്ടായി എന്നാണ് കേട്ടിട്ടുള്ളത്. തിരുമേനി ആന്ധ്രക്കാരനോ തെലുങ്കനാണോ എന്നൊരു സംശയം ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അത്രയും ഭംഗിയായി തെലുങ്ക് ഭാഷ സംസാരിക്കാൻ അഭിനന്ദ തിരുമേനിക്ക് അറിയാമായി. തെലുങ്ക് മാത്രമല്ല, മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയും ഒരു പരിധിവരെ കന്നഡയും തിരുമേനിക്ക് വശമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കന്നഡ സംസാരിക്കാൻ കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഷാ പരിജ്ഞാനം അല്ലെങ്കിൽ ഭാഷ അറിവ് കൈകാര്യം ചെയ്യാനുള്ള ആ പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തെ ആകമാനമായി CSI മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആളാക്കി തീർത്തു. ഓരോരോ ഭാഷക്കാർ വരുമ്പോൾ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ പ്രാപ്തനായ തിരുമേനി CSI സഭയുടെ ആകമാനമായ ശക്തമായ നേതൃത്വം നൽകുവാൻ ആദ്യമേ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ടും അതിനുശേഷം മോഡറേറ്ററായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു പലതവണ. തിരുമേനിയുടെ ഒരു പ്രത്യേകത, ഒരു കാര്യം തിരുമേനി തീരുമാനിച്ചാൽ, മനസ്സിൽ ഉറച്ചാൽ അത് നേടിയെടുക്കുന്നതിന് തിരുമേനി അതിന് വേണ്ടതുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തിരുമേനിക്ക് വശമായിരുന്നു, അറിയാമായിരുന്നു. നിസ്സാരം ഒരു പൊതുയോഗത്തിൽ ഒരു 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 വിഷയം, ഒരു കാര്യം പാസ്സാക്കിയെടുക്കണമെങ്കിൽ തിരുമേനി മൊത്തം ഒന്ന് നോക്കും. അതിന് എതിർപ്പാണോ അതോ അനുകൂലമാണോ? എതിർപ്പാണെങ്കിലും തനിക്ക് അത് വേണ്ടപ്പെട്ട ഒരു പ്രമേയമാണെങ്കിൽ, തീരുമാനമാണെങ്കിൽ അതിന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി പൊതുയോഗത്തിൽ അതിനുള്ള പാസ്സാക്കി വരാൻ പാകത്തിനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാനും തിരുമേനിക്ക് അറിയാമായി. ആളുകളെ നോക്കി ഓരോരോ സ്ഥാനങ്ങളിൽ നിയമിക്കാൻ തിരുമേനിക്ക് അറിയാമായി. കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആരെയാണ് ആ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടതെന്ന് തിരുമേനിക്ക് അറിയാമായി. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ ആരെല്ലാം വേണം എന്ന് തിരുമേനിക്ക് വശമായത്. അത് ഇവിടെ മാത്രമല്ല, മഹാടയിൽ മാത്രമല്ല, തിരുമേനി ചെയ്ത ഇടവകളിൽ മാത്രമല്ല, സിനഡ് തലങ്ങളിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തിരുവചനത്തിന് തിരുമേനി വളരെ വളരെ പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു. തീർച്ചയായിട്ടും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായിട്ടും വചനത്തോടും താല്പര്യം കാണും. തിരുമേനി അതിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തിരുവചനം വായിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും തിരുമേനി ബദ്ധസ്ഥനായിരുന്നു. കേരള ബൈബിൾ സൊസൈറ്റി കേരള ഓക്സലുടെ പ്രസിഡന്റായും അതോടൊപ്പം തന്നെ നാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായും അഭിനന്ദ തിരുമേനിക്ക് പ്രവർത്തിക്കാൻ ഇടയായിട്ട് തിരുമേനി കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ കറുത്ത പുസ്തകം, ഈ വചനം, ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കുന്നവനെ ദൈവം കയ്യിലെടുക്കും, ദൈവം ഉയർത്തും എന്ന്. അതൊരു പക്ഷേ തിരുമേനിയുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പരമാർത്ഥമായ കാര്യമാണ്. തിരുമേനി എല്ലാ കാലത്തും ദൈവവചനത്തിന് പ്രാമുഖ്യം നൽകിയിരുന്നു. ബൈബിൾ റാലികൾ, ബൈബിൾ കയ്യിലേന്തി ബൈബിൾ റാലികൾ നടത്തുന്നതിന് തിരുമേനി വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തിരുമേനിയുടെ ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടങ്ങളിലാണ് റഷ്യയിലേക്കും ചൈനയിലേക്കുമൊക്കെ ബൈബിൾ കയറ്റുമതി ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നും അതൊരു ചരിത്രമാണ്. അനേക ബൈബിൾ ആ കാലഘട്ടങ്ങളിൽ പ്രിന്റ് ചെയ്യപ്പെട്ടു. നമ്മളും നമ്മളെ സഭാമക്കളെ ആ കാര്യത്തിൽ തിരുമേനിയെ പ്രോത്സാഹിപ്പിച്ചു. ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ വചനവുമായുള്ള ബന്ധത്തിൽ തിരുമേനി വളരെ മുൻപന്തിയിലായിരുന്നു. നമുക്കൊക്കെയും
അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു മാതൃക തിരുമേനി നമുക്ക് ആ കാര്യത്തിലും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മഹാടവക രൂപീകരണവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അഭിനന്ദ തിരുമേനി ആന്ധ്രയിൽ നിന്ന് വന്നതിന് ശേഷം, ആന്ധ്രാപ്രദേശിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വന്നതിന് ശേഷം തിരുമേനി കത്തീഡ്രൽ വികാരിയായിട്ട് വന്നു. കത്തീഡ്രൽ വികാരിയായിട്ട് അഭിനന്ദ തിരുമേനി വന്നതാണ് നമ്മുടെ ഈ നാട്ടിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അന്ന് കത്തീഡ്രൽ ഇരിക്കുന്ന നമ്മുടെ മെരുക പ്രദേശങ്ങൾ, കാഞ്ഞിരംകാവിൽ നിന്നുള്ള റോഡ് ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു കറണ്ട്, ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, മേലുകാവിൽ നമ്മുടെ സഹകരണ ബാങ്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അത് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെയൊക്കെ പുനരുദ്ധാരണം തുടങ്ങിയുള്ള എല്ലാ സംഗതികൾക്കും പ്രാദേശികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, സാമൂഹികമായിട്ട് നമ്മൾ വികസന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം വളരെ ബദ്ധസ്ഥനായിരുന്നു. കത്തീഡ്രൽ ഇടവക, പ്രത്യേകിച്ച് അതാത് കാലം ഉണ്ടായിരുന്ന കമ്മിറ്റി അതിന് ശക്തമായ പിന്തുണ നൽകി എന്നതും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി എടുത്തു പറയട്ടെ. പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ അച്ഛന് അവർ നൽകി. അച്ഛനിലുള്ള കഴിവുകൾ, പ്രാപ്തികൾ മനസ്സിലാക്കി അത് അച്ഛൻ ഇവിടെ ശുശ്രൂഷകനായിരിക്കുന്നത്, ഇടവകകാരിയായിരിക്കുന്നത് നമ്മുടെ ദേശത്തിന് ഗുണമാണ് എന്ന് മനസ്സിലാക്കിയ കത്തീഡ്രൽ സഭ എല്ലാവിധമായ പിന്തുണയും തിരുമേനിക്ക് നൽകി, അന്നത്തെ അച്ഛന് നൽകി. ഈ കാണുന്ന നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഇടുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ മഹാടവയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും കൂടെ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷീകരണം, ഇടയപരിപാലനം, വികസനം, ഈ 3 ലക്ഷ്യങ്ങൾ ഒരുപോലെ പ്രാധാന്യം നൽകി കൊണ്ടുപോകുവാൻ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തിരുമേനി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഈ അനേകമായ ജോലി തിരക്കിൻ്റെ നടുവിൽ, ശുശ്രൂഷ തിരക്കുള്ള നടുവിൽ എന്നതും ഇവിടെ ഞാൻ പ്രത്യേകമായും ഓർക്കും. സുവിശേഷീകരണത്തിന് വേണ്ടി നമുക്കറിയാം ധാരാളം മിഷൻ ഫീൽഡുകൾ ആ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു, ഉണ്ടായി. മിഷൻ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം പോരാ, ഭാരത സുവിശേഷീകരണമാണ് നമ്മുടെ ലക്ഷ്യമെന്നും, ഭാരത സുവിശേഷീകരണം മാത്രമല്ല, ലോകമെമ്പാടും കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആണ് എന്നുള്ള ആ ഒരു നിശ്ചയത്തോടെ ഇന്ത്യക്ക് പുറത്തും മിഷൻ ഫീൽഡുകൾ ആരംഭിക്കാനായിട്ട് തിരുമേനി ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഡൽഹി മിഷൻ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നുവല്ലോ. ഇത്രയും പ്രിയമുള്ള പോൾ സാർ അത് ആരംഭിച്ചു, ഡയസിസായിട്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. മറ്റ് അനേക മിഷൻ വയലുകൾ ഏറ്റെടുക്കണം എന്ന തിരുമേനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ള PJ ജോസഫ് അച്ഛനും ഞാനും കൂടി അന്ന് നന്ദുർബാർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ മിഷൻ ഫീൽഡ് ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നതും ഞാൻ സമയത്ത് ഓർക്കും. പല കാരണങ്ങളാൽ അത് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റിയില്ല. മഹാരാഷ്ട്രയുടെ വടക്കൻ ഭാഗത്ത് ഉള്ള ഗുജറാത്തിൻ്റെ ബോർഡറായിട്ടുള്ള പ്രദേശങ്ങളാണ് നന്ദുർബാർ എന്ന് പറയുന്ന വളരെ വിശാലമായ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മിഷൻ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും പരിപൂർണമായ പിന്തുണ തിരുമേനി നൽകിയിരുന്നു. അന്നെന്നാൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സമാധാനങ്ങൾ പലപ്പോഴും അത് ലഭിച്ചിരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും മിഷണറിമാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അന്ന് അവർക്ക് ഉച്ചവരെ അറിയത്തില്ല അന്ന് അവർക്ക് ശമ്പളം കിട്ടുമോ എന്നുള്ളത്. ഇന്നത്തെ അത്രയും ശമ്പളമൊന്നും അന്നില്ല. എന്നുള്ളതിൻ്റെ പകുതിയിൽ താഴെയാണ് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത്. അത് കിട്ടുമോ എന്ന് അവർക്ക് അറിയത്തില്ല. പല മാസങ്ങളിലും അഭിനന്ദ തിരുമേനിക്ക് വെക്കേണ്ട പൈസ, ശമ്പളം കൊടുക്കേണ്ട പൈസ അത് കൊടുക്കാതെ അത് മിഷണറിമാർക്ക് കൊടുക്ക് എന്ന് അന്നത്തെ ട്രഷറർമാരോട് പറയുകയും അവരത് കൊടുക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. അന്ന് മിഷൻ്റെ സെക്രട്ടറിയായിട്ടും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടും എനിക്ക് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി ഞാൻ സമയത്ത് ഓർക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് പറഞ്ഞത്. പല മാസങ്ങളിലും ആ തിരുമേനിയുടെ ശമ്പളം അത് മിഷണറിമാർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തത് ഞാൻ ഈ സമയത്ത് ഓർക്കും. മിഷന് വേണ്ടി പറയുക മാത്രമല്ല, അതിനുവേണ്ടി ത്യാഗപൂർവം കൊടുക്കാനും തിരുമേനി ബദ്ധസ്ഥനായിരുന്നു. അതും ഈ സമയത്ത് ഞാൻ ഓർക്കും. ഇടയപരിപാലനത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അച്ഛന്മാർ കുറവാണ് എന്ന് അത് കണ്ട്
കഴിവുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അച്ഛന്മാരാക്കുവാൻ, പട്ടം കൊടുക്കുവാൻ തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് കുറേ അധികം ഇടയപരിപാലന ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാനും നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഇടയായി തീർന്നു. അതും ഞാൻ ഈ സമയത്ത് ഓർക്കും. വികസന കാര്യങ്ങളെക്കുറിച്ച് മേലുക ഇടവക പ്രദേശങ്ങളിലുള്ള വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതുമാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ മറ്റ് അകലമായിട്ട് നമ്മുടെ മഹായുടെ അതിർത്തിക്കുള്ളിൽ അനേക സ്ഥലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആ കാലഘട്ടങ്ങളിൽ ഇടയായി തീർന്നിട്ടുണ്ട്. ഏതാണ്ട് 13ഓളം പ്രോജക്റ്റുകൾ ഒരേ സമയത്ത് പ്രവർത്തിച്ചിരുന്നതും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. വ്യത്യസ്ത ഏജൻസികളുമായി ബന്ധപ്പെട്ട് 13ഓളം പ്രോജക്റ്റുകൾ ഒരേ കാലഘട്ടങ്ങളിൽ തന്നെ പ്രവർത്തിച്ചതും ഞാൻ ഓർക്കുന്നു. അതെല്ലാം നമ്മുടെ അവികസിതമായ മഹാടുകളുടെ പ്രദേശങ്ങളിൽ വികസനം എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള ചില റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡുകളൊക്കെയും ആ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ് എന്നും ഞാൻ ഈ സമയത്ത് ഓർക്കും. അതുപോലെ തന്നെ വികസനത്തോട് ചേർത്ത് പറയേണ്ടതാണ്, സ്കൂളുകളുടെ നിലനിൽപ്പിന് വേണ്ടി തിരുമേനി വളരെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹോസ്റ്റലുകൾ നമ്മുടെ മഹായുടെ ആരംഭകാലം തൊട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. അഭിനയ മൈക്കിൾ ജോൺ തിരുമേനിയുടെ കാലം തൊട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് ജർമ്മൻ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പും മറ്റ് അനേകം പാർട്ട്ണർഷിപ്പും കൂടെ ബന്ധിപ്പിച്ച് ഹോസ്റ്റലുകൾ, പുതിയ ഹോസ്റ്റലുകൾ തുടങ്ങാനും അവിടെ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ നിർത്തി പഠിപ്പിക്കുവാനും അത് നമ്മുടെ സ്കൂളുകൾക്ക് അതിൻ്റെ സ്ട്രെങ്ത് നിലനിർത്തുവാനും ഇടയാക്കിയതും ഞാൻ സമയത്ത് ഓർക്കും. അത് നമ്മുടെ ഒരു കടമയാണ്, നമ്മളത് ചെയ്യണം എന്നൊക്കെയും പറഞ്ഞ് സഭാമക്കളെ, ഇടവക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ വളരെ സ്കൂളുകൾ നിലനിർത്താൻ വികസനമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ അതിന് പല ആംഗിളിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. സുവിശേഷീകരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും, നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും, സ്കൂളുകൾ നിലനിർത്തിയതിനെ കുറിച്ച് കാണാൻ സാധിക്കും. അങ്ങനെ വിവിധ തലങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇന്നുള്ള ഹോസ്റ്റലുകളെല്ലാം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പലതും നമുക്ക് ഇന്നും അത് നിലനിർത്തുവാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും ആ കാലഘട്ടങ്ങളിൽ അത് ഭംഗിയായിട്ട് അത് പോയിരുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ഇന്ന് നമുക്ക് പലപ്പോഴും സഭക്കാർ തന്നെ ചിലർ പറയാറുണ്ട്, നമുക്ക് സ്കൂൾ വേണ്ട, ഹോസ്റ്റൽ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാരും നമ്മളും പഠിച്ച സ്കൂള് അതൊരു സ്ഥാപനമില്ലാതെ പോകുന്നത് പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. പുതിയതായിട്ട് അത് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് സ്കൂളുകൾ നിലനിർത്തിയത്, ഹോസ്റ്റലുകൾ നിലനിർത്തിയ തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് നമ്മളവിടെ എന്തുമാത്രം അദ്ദേഹത്തോടൊപ്പം എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സ്കൂളുകളുടെ, ഹോസ്റ്റലുകളുടെ വികസനപരമായ കാര്യങ്ങളിൽ ബദ്ധസ്ഥനായിരുന്നു തിരുമേനി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആ മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് കാണുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ നിർമ്മിതികളും അഭിനന്ദ തിരുമേനിയുടെ കാലഘട്ടത്തുള്ളതാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ബിഷപ്പ് ഹൗസ്, എനിക്ക് തോന്നുന്നു ഒരു 12 ലക്ഷത്തിൽ കൂടുതൽ പൈസ നമ്മുടെ ലോക്കലായിട്ട് അത് റേസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നമ്മൾ കൂപ്പണൊക്കെയും കൊടുത്ത് സംഭാവനയൊക്കെ ചെയ്താണ്. ബാക്കി മുഴുവൻ നിർമ്മാണങ്ങളും ഫണ്ടുകളും തിരുമേനിയുടെ കാലഘട്ടത്തെ വിവിധ ഏജൻസികൾ വഴിയിൽ സപ്പോർട്ടായിട്ട് ലഭിച്ചതാണ്. അതിൻ്റെ എല്ലാം പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഇന്നാണെങ്കിൽ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് എൻ്റെ ശരി. കാരണം നമുക്ക് ഉദ്ദേശം 1 രൂപ പോലും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള കാലഘട്ടം നമ്മൾ എത്തി നിൽക്കുമ്പോൾ അന്ന് അത് ദൈവം മുന്നമേ അഭിനന്ദ തിരുമേനിയിലൂടെ ചെയ്യിച്ചു എന്ന് പറയാൻ ദൈവം കണ്ടു എന്നുള്ളതായിരിക്കും അത് ഏറ്റവും ശരിയായ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിച്ചു. മറ്റ് എല്ലാ നിർമ്മിതികളും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മറന്നു പോകരുത്. HRDT സെൻറ്റർ അതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഫണ്ട് മുഴുവനും നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് അതിൻ്റെ പണികൾ ആരംഭിച്ചത്. ഏതാണ്ട് 6 മാസത്തിൽ അധികം സമയമെടുക്കാതെ HRDT സെൻറ്റർ പണിയാനായിട്ട് സാധിച്ചു. മറ്റ് എല്ലാ നിർമ്മിതികളും ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നതെല്ലാം അഭിനന്ദ തിരുമേനിയുടെ കാലഘട്ടങ്ങളിലാണ്. മൂവാറ്റുപുഴ ഷോപ്പിംഗ് കോംപ്ലക്സ് അഭിനന്ദ തിരുമേനിയുടെ അശ്രാന്ത പരിശ്രമമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം അതിനുവേണ്ടി തിരുമേനി കേട്ടിട്ടുള്ള ബുദ്ധിമുട്ടേറിയ വർത്തമാനങ്ങൾ അത് ചില്ലറയല്ല. കാരണം 10 പൈസ പോലും ഇല്ലായിരുന്ന സമയത്താണ് അത് അഡ്വാൻസ് മേടിച്ചെങ്കിൽ ഡിപ്പോസിറ്റ് മേടിച്ച് അത് പലരിൽ നിന്ന് മേടിച്ച് അത് ചെയ്ത് ഡിപ്പോസിറ്റ് മേടിച്ച് അത്രയും വലിയ നിർമ്മിതി നടത്താൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് നമുക്ക് മഹാഡോയ്ക്കും ആ സഭയ്ക്കും വളരെ ഗുണകരമായി നിൽക്കുന്നു. മൂവാറ്റുപുഴ ടൗണിൽ CSI കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു.
കട്ടപ്പനയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സഭയുടേതായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 2ാം ഘട്ടവും അഭിനന്ദ തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് അത് ചെയ്തത്. അവിടുത്തെ സഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ആണെങ്കിലും അവിടെ കട്ടപ്പനയിലെ നമ്മുടെ മഹാദേവയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ 2 നിലകൾ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും അഭിനന്ദ തിരുമേനിയുടെ പ്രത്യേകമായ താല്പര്യം കൊണ്ടാണ് അത് ലഭിച്ചതെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. അഭിനന്ദ തിരുമേനി മോഡറേറ്റർ ആയിരുന്ന സമയത്താണ് ആ പ്രോജക്റ്റ് വന്നത്. 2 പ്രോജക്റ്റുകളാണ് ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കിട്ടിയത്. ഒന്ന് കൊച്ചിൻ മഹാദേവയ്ക്ക് മൂന്നാറിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഒന്ന് നമുക്കിവിടെ ലഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അത് മഹാദേവളെ സ്വയത്രാണത്തിൽ എത്തിക്കുക എന്നുള്ള സെനഡിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി അത് ലഭിച്ചതാണ്. അത് നമുക്കിവിടെ കട്ടപ്പനയിൽ ലഭിക്കാനുണ്ടായ കാരണം വളരെ വളരെ പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അത് ഞാൻ ഈ സമയത്ത് ഓർക്ക് നിന്ന് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ 2 നിലയും കൂടെ പണിത് നല്ല വരുമാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മറ്റ് അനേക പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് തിരുമേനിക്ക് ഇടയായിത്തീരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അഭിനന്ദ തിരുമേനിയുടെ കാലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലുള്ള വികസന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അനേക സഭകൾക്ക് ആ കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ സംഭാവനകൾ അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കാനും അതിലുപരിയായി വിവിധ ഏജൻസികളിലൂടെ പ്രോജക്റ്റുകൾ സമർപ്പിച്ച് ധാരാളം പള്ളികൾ പുനർനിർമ്മാണം ചെയ്യാനായിട്ട് പുതിയതായിട്ട് നിർമ്മിക്കാനും ഇടയായതും ഞാൻ ഈ സമയത്ത് ഓർക്കും. അതെല്ലാം വികസനത്തിൻ്റെ കാര്യം നമുക്ക് പെടുത്താം. അതെല്ലാം അഭിനന്ദ തിരുമേനിയോട് നമുക്ക് ലഭിച്ചു. തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്ന വെറുതെ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെല്ലാമാണ് ചെയ്തത് എന്ന് ഓർത്താൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ഞാൻ സമയത്ത് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ. ഇത്തരണത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാണ് സാധിക്കും. ആരായിരുന്നു നമ്മുടെ ഇടയിൽ നിന്നും ദൈവം വരുത്തിയ ഈ അതിശേഷനായ ദൈവദാസ്? അത് മറ്റാരുമായിരുന്നില്ല, അഭിനയ KJ സാമുവേൽ തിരുമേനിയായി. നമുക്ക് മാത്രമല്ല, CSI മഹാടകൾക്കെല്ലാം, CSI സഭയ്ക്ക് ആഗമനമായി, ബൈബിൾ സൊസൈറ്റിക്ക് ആഗമനമായും, അനേക എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾക്ക് ആഗമനമായും തിരുമേനി വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ എപ്പിസ്കോപ്പൽ സൈഡിലേക്കുള്ള തിരിവിന് കാരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആള് അഭിനന്ദ KJ സാമുവേൽ തിരുമേനി തന്നെയാണ്. കാലം ചെയ്ത യോഹന്നാൻ തിരുമേനിയുടെ സംസ്കാര ശുശ്രൂഷയിലൂടെ വന്നപ്പോൾ, സാമുവേൽ തിരുമേനിയുടെ സംസ്കാര ശുശ്രൂഷയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ഓർക്കും. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ പറഞ്ഞതാണ്, ഈ തിരുമേനിയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഈസ്റ്റ് കേരള മഹാഴിയും മറക്കാൻ പറ്റും. മറ്റൊന്നുമല്ല, അദ്ദേഹം എന്നോട് ചേർത്ത് പറഞ്ഞു, ധാരാളം അഭ്യൂഹങ്ങൾ ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1 രൂപ പോലും അതിൻ്റെ പേരിൽ അഭിനന്ദ തിരുമേനി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വാങ്ങിയില്ല. അത് പിന്നീട് ഒത്തിരി ആരോപണങ്ങൾക്ക് ഇടയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പോയത് ഞാൻ ഇപ്പോഴും ഓർക്കും. തിരുമേനിയുടെ കാഴ്ചപ്പാട്, വിശ്വാസ ദർശനം, ദൈവവിശ്വാസം, സഭകളെക്കുറിച്ചുള്ള ദർശനം, യൂണിറ്റിയെക്കുറിച്ചുള്ള ദർശനം, ഐക്യത്തെക്കുറിച്ചുള്ള ദർശനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു എന്ന് പറയാതിരിപ്പാൻ തരണം. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം കരയറ്റാം. പ്രിയപ്പെട്ട കൊച്ചമ്മയും ഈ സമയത്ത് ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിക്ക് ശക്തമായ പിന്തുണ നൽകുവാൻ സോസമ്മ കൊച്ചമ്മയ്ക്ക് ഇടയായി എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കും. കൊച്ചമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സഭകളിൽ അവരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കണക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ മുഴുവൻ കോപ്പിയും കൊച്ചമ്മയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, കൊച്ചമ്മ എന്തിനാ അതെങ്ങനെ എഴുതും? ഏതെങ്കിലും ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു സംശയം ആരോപണം പറഞ്ഞാൽ അതിന് എനിക്ക് തെളിവായിട്ട് നിൽക്കണം. എൻ്റെ ഭർത്താവാണ് അത് ചെയ്യുന്നത്, പക്ഷെ ഞാനും അതിൻ്റെ തൊട്ടുപുറകിലുണ്ടല്ലോ, അതിന് എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് ഞാൻ എല്ലാ സഭകളിലും ഇരുന്ന കണക്കുകളുടെ, പ്രത്യേകമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം അബ്സ്ട്രാക്റ്റ്, ചുരുക്കം കണക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് പല സമയങ്ങളിലും കൊച്ചമ്മ വളരെ ബോൾഡായിട്ട് സംസാരിച്ചായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഹാടക സ്ത്രീജന സഖ്യത്തിന് ശക്തമായ നേതൃത്വം നൽകുവാൻ
പ്രിയപ്പെട്ട കൊച്ചുമകളിലൂടെ ആ കാലഘട്ടങ്ങളിലും ഇടയായി. അതിഥി സൽക്കാരം ഇവർക്കെല്ലാവർക്കും ദൈവം കൊടുത്ത ഒരു പ്രത്യേകതയാണെന്നാണ് എൻ്റെ വിചാരം, എൻ്റെ ഒരു ഓർമ്മ. ബിഷപ്പ് ഹൗസിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭവനത്തിലോ ചെന്നാൽ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാതെ അവർ വിടത്തില്ല, അത് പറയും. അതേത് സമയമാണെന്ന് നോക്കി, രാവിലെ ചെന്നാൽ ബ്രേക്ക്ഫാസ്റ്റാണ്, ഉച്ചയ്ക്ക് ചെന്നാൽ ഊണാണ്, വൈകുന്നേരം ചെന്നാൽ കാപ്പിയാണ്, രാത്രിയിലാണ് അത്താഴമാണ്. അത് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കൊച്ചുമോനാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ആ രീതി, കൊച്ചുമോൻ അതിൽ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. എനിക്ക് പ്രത്യേകമായ ഒരു അനുവാദം കൂടെ തിരുമേനി സെക്രട്ടറി ആയിരുന്ന സമയത്ത് തിരുമേനി നൽകി. അത് മറ്റൊന്നുമല്ല, ഞാൻ അല്പം പയ്യാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തിരുമേനി പറഞ്ഞു, അച്ഛൻ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും, അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യണം, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിപ്പോണം. ഡൈനിങ് ടേബിളെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, കൃത്യസമയമാകുമ്പോൾ എന്ത് ചെയ്യണം, പോക്കോണം, കഴിച്ചോണം, ഞാൻ അതിന് പിന്നാലെ വരുവുള്ളൂ. ആൾക്കാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ചെല്ലുമ്പോൾ താമസിച്ചു പോകും, ഞാൻ വളരെ വേഗത്തിൽ കഴിക്കും, അച്ഛന് കഴിക്കാൻ താമസമാണ്. താമസിച്ച് കഴിക്കുന്നതിന് വഴക്ക് പറഞ്ഞിട്ടില്ല, നേരത്തെ കഴിക്കണം, പോകാൻ റെഡിയാകണം എന്നുള്ളതാണ് എൻ്റെ സാരം. ബിഷപ്പ് സെക്രട്ടറിയായിട്ട് വരുന്നതിന് മുമ്പ് കൊന്നത്തടിയിൽ ഞാൻ ശുശ്രൂഷനായിരിക്കുമ്പോൾ തിരുമേനി പറഞ്ഞു, അവിടുത്തെ ചെയർമാനാകാം. അന്ന് പ്രായം കുറഞ്ഞ ഒരാളാണ്, അത് സാധാരണ ഒരു രീതിയിൽ നടപ്പുള്ള കാര്യമല്ല, പ്രായം കുറഞ്ഞ ആൾക്കാരെ ചെയർമാനാക്കാന്ന്. ഞാൻ പറഞ്ഞു, തിരുമേനി അതെങ്ങനെയാണ് ചെയർമാനാകും? ഞാൻ പറഞ്ഞു, അച്ഛനെ ചെയ്താൽ മതി, അവിടെ ചെയർമാനായിട്ട് ഇരുന്നു. കുന്നത്തടി സഭാ ജില്ലയുടെയും അന്ന് ചേലച്ചോട് ഉൾപ്പെടെയാണ് ആ ജില്ല ഉള്ളത്. ബൃഹത്തായ കുന്നത്തടി സഭാ ജില്ലയുടെ ചെയർമാനായിരിക്കാൻ ആദ്യമായിട്ട് പ്രവർത്തിപ്പാൻ ഇടയായി. അതിനുശേഷം കുന്നത്തടി സഭാ ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ അതിൻ്റെ കമ്മീഷനായിരിക്കണം, ഏകാംഗ കമ്മീഷൻ. അന്ന് ഞാൻ പറഞ്ഞു, തിരുമേനി വേറെ ആരെങ്കിലും അതൊന്നും പറ്റില്ല, അച്ഛൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് കാണുന്ന ചേലച്ചോട് ജില്ലയും കൊന്നത്തടി ജില്ലയും അങ്ങനെ 2 ജില്ലകളായി. തിരുമേനി പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. സെക്രട്ടറിയായിട്ട് ഇരുന്ന സമയത്ത് സെക്രട്ടറി വരണമെന്ന് പറഞ്ഞു, വന്നു. ഞാൻ ഒത്തിരി ഒഴിവഴികൾ പറഞ്ഞുവെങ്കിലും സെക്രട്ടറിയായിട്ട് എന്നെ നിയമിച്ചു. ഒരു ദിവസം അങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ തിരുമേനി എന്നെ വിളിച്ചു, അച്ഛാ പ്രത്യേകമായൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെന്നാ തിരുമേനി, അച്ഛനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്, മിഷൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ ചുമതല ഏൽക്കണം. ഞാൻ പറഞ്ഞു, തിരുമേനി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, അത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അച്ഛനെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഒരാളെ നമുക്ക് ഡയറക്ടറായിട്ട് വേണം, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ, അതുകൊണ്ട് അച്ഛൻ പോകണം. ഞാൻ പറഞ്ഞു, തിരുമേനി പറയുന്ന പോലെ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ സുവിശേഷാലയത്തിൽ താമസിക്കുമ്പോൾ അന്ന് മിഷൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് വീട്ടിൽ എൻ്റെ ഫാദറിന് അപ്പച്ചന് സുഖമില്ലായിരുന്ന സമയമായിരുന്നതുകൊണ്ട് തിരുമേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് അച്ഛൻ അവിടെ വീട്ടിൽ പോയി താമസിച്ചുകൊണ്ട് മിഷൻ ഹൈറേഞ്ചിലാണല്ലോ കൂടുതൽ മിഷൻ ഫീൽഡുകൾ ഉള്ളത്, പോകാം. അങ്ങനെ തിരുമേനിയുടെ പ്രത്യേകമായ ആ കാരുണ്യത്തിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇടയായി. അത് ഞങ്ങൾക്ക് കുടുംബമായിട്ടും ഒത്തിരി ഗുണമായി തീർന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം, അതും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും. തിരുമേനി ധാരാളം എല്ലാ കാര്യങ്ങളും തന്നെ അനുസരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യം അനുസരിച്ചില്ല. അത് വേറൊന്നുമല്ല, അത് കത്തീഡ്രൽ വികാരി അച്ഛനാണ് പോകണമെന്ന് പറഞ്ഞു. സ്ഥലം മാറ്റത്തിൻ്റെ ഓരോ സമയങ്ങളിലും ഇവിടെ വരുന്ന സമയത്ത് പറഞ്ഞു, കത്തീഡ്രലിൽ പോകണം. ഒരു തവണ വളരെ ശക്തമായിട്ട് പറഞ്ഞു, അവസാനം പറഞ്ഞു, ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടും എന്ന് അച്ഛൻ വിചാരിക്കരുത്. കത്തീഡ്രലിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. അവിടെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ഗുണമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, കൈ കൊപ്പിക്കൊണ്ട് പറഞ്ഞു, തിരുമേനി എനിക്ക് പറ്റത്തില്ല. അത് പറഞ്ഞ് തിരുമേനി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. എൻ്റെ സങ്കടം കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു, ശരി അച്ഛൻ പറഞ്ഞു, കത്തീഡ്രലിലേക്ക് വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമേ തിരുമേനിക്ക് അനുസരിക്കാതെ ഇരുന്നത്. തിരുമേനി മാത്രമല്ല, കത്തീഡ്രലിലെ പ്രിയപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, കത്തീഡ്രലിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അത്ര അന്ന് ഒരു പക്ഷേ ധൈര്യം വന്നില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. അത് വന്നു, അതങ്ങനെ അതുമാത്രം
ചെയ്യാനായിട്ട് പറ്റിയില്ല. റിട്ടയർമെൻറ്റിന് ശേഷവും അനേക തവണ തിരുമേനിയെ കാണാൻ വരികയും തിരുമേനിയുടെ സ്നേഹ സംസാരങ്ങളും കൊച്ചമ്മയുടെ സ്നേഹ സൽക്കാരങ്ങളും ഒക്കെയും അനുഭവിപ്പാൻ ഇടയായതും ഞാൻ സമയത്ത് ഓർക്കും. ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനല്ലാതെ മറ്റൊന്നും സാധിക്കും. ഇത്തരുണത്തിൽ അഭിനന്ദ തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും ഓർമ്മയുടെ മുമ്പിൽ ഞാനും ശിരസ്സ് നമിക്കുന്നു. അവരിൽ കണ്ട നല്ല ഗുണങ്ങൾ നമുക്കും കഴിയുന്നത്രയും നമ്മുടെ ജീവിതത്തിലും നടപ്പാക്കാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഞാനിപ്പോൾ ആയിരിക്കുന്നു. അല്ലെ, നമുക്ക് കടന്നു പോകാം. തിരുമേനിയെക്കുറിച്ച് ഈസ്റ്റ്കല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ അറിയുന്നത് KJ സാമുവൽ തിരുമേനിയാണ്. KJ സാമുവൽ തിരുമേനി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്കല എന്നാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടും അതങ്ങനെ തന്നെ. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, ദൈവം അഭിനന്ദ തിരുമേനിയെ ഉയർത്തി അവർ ദർശനം നൽകി നമ്മുടെ മഹാടവയെ നയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് മനഃപൂർവ്വമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യാം. കുടുംബാംഗങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അവരുടെ ആ കാലഘട്ടങ്ങളിലുള്ള ആ സ്വഭാവത്തിന് അവർക്ക് യാതൊരു വ്യത്യാസങ്ങളുമില്ല. വളരെ സ്നേഹമായി അവർ കാണുമ്പോൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ച് തന്നെ വളരെ നേരത്തെ തന്നെ മോൻ പറയുകയും ഡേറ്റ് കുറിപ്പിക്കുകയും ചെയ്തു. അതിനൊക്കെയും ഞങ്ങൾക്ക് കുടുംബമായി പ്രത്യേകമായുള്ള നന്ദിയുണ്ട്. അത് ഞങ്ങൾ കുടുംബമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ കൊച്ചമ്മയുടെ നിര്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികയും. കൊച്ചമ്മയുടെ ജീവിതത്തിലെ സഭയ്ക്ക് അവരിലൂടെ ലഭിച്ച എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അച്ഛന് കൊച്ചമ്മ നൽകിയ എല്ലാ സപ്പോർട്ടും എല്ലാ പ്രോത്സാഹനവും നമുക്ക് ഓർക്കാം. അച്ഛനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നമുക്ക് കടന്നു പോകാം. വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശം. സഭയ്ക്ക് നന്മ ചെയ്തവരുടെ, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരുടെ, ദൈവത്തെ ഉയർത്തിയവരുടെ, ദൈവവചനം അനുസരിച്ച് ദൈവജനത്തെ നടത്തിയവരെ, ആത്മീയവും ഭൗതികവും കാര്യങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിയവരെ നമുക്ക് മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അഭിനന്ദ തിരുമേനിയെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. കൊച്ചമ്മയെ ഓർത്ത് നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അതെല്ലാം നമ്മുടെ ഓർമ്മയെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മഹാടയുടെ അഗമാനമായുള്ള ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെയും ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. അപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.